കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്നറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഒറ്റ പേരിലേക്ക് എത്തിയെന്ന വാർത്ത ഡൽഹിയിൽ നിന്നും വരുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് വി.ഡി. സതീശൻ ക്യാമ്പ്. രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും പ്രതീക്ഷകൾ കൈവിടുന്നില്ല. ഒറ്റ പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിയെന്ന വാർത്തകൾക്ക് പിന്നാലെ ആലുവയിലെ വി.ഡി. സതീശന്റെ വീട്ടിലേക്ക് പ്രവർത്തകർ ഒഴുകുകയാണ്. തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ പറവൂരുണ്ടാകണമെന്നാണ് സതീശന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ പറവൂരിലേക്ക് തിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളുമായുള്ള അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഹൈക്കമാൻഡ് പൂർത്തിയാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയുമായി അവസാന കൂടിക്കാഴ്ച നടത്തുകയാണ്. നിലവിൽ ഹൈക്കമാൻഡ് ഒരു പേരിലേക്ക് എത്തിയിട്ടുണ്ടെന്നും ഇതിന് AICC അധ്യക്ഷന്റെ അംഗീകാരം ലഭിച്ചാലുടൻ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 10 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാത്തതിൽ വോട്ടർമാർക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടെന്നും ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുതെന്നും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ആവശ്യമുയരുന്നുണ്ട്. ഇതോടെയാണ് എന്തും വരട്ടെ നേരിട്ട് പ്രഖ്യാപനത്തിലേക്ക് കടക്കാമെന്ന തീരുമാനത്തിൽ കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിലുള്ള അതൃപ്തി മുസ്ലിം ലീഗ് നേതൃത്വത്തിനുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പാണക്കാട് അടിയന്തര നേതൃയോഗം ചേർന്ന് ലീഗ് അതൃപ്തി പരസ്യമാക്കി. 22 സീറ്റോടെ ചരിത്രപരമായ വിജയം നേടിയ ലീഗിന് വിജയം ആഘോഷിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ജനങ്ങൾക്കിടയിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെന്ന് ലീഗ് നേതൃത്വം കരുതുന്നുണ്ട്. വി.ഡി. സതീശന്റെ പേരാണ് കഴിഞ്ഞ 2 യോഗങ്ങളും മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലെ കാലതാമസം BJP ദേശീയ തലത്തിൽ തന്നെ രാഷ്ട്രീയ ആയുധമാക്കിയതോടെ കാത്തിരിക്കാൻ ഇനി സാധിക്കില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. നാളെ നീളെ എന്ന രീതിയിൽ ഇനി കളികൾ നടക്കില്ലെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ചർച്ചകൾ വേഗത്തിലാക്കുകയായിരുന്നു. വൻ ഭൂരിപക്ഷം ലഭിച്ചിട്ടും അധികാര വടംവലി കാരണം മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിയാത്തത് കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ മൂലമാണെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ആരോപിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിലെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെ വിമർശിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ മന്ത്രിസഭാ ചർച്ചകളിലേക്ക് മുന്നണി കടക്കുമെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. K. മുരളീധരൻ, CP ജോൺ, ഷിബു ബേബി ജോൺ, AP അനിൽകുമാർ, ചാണ്ടി ഉമ്മൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ പേരുകൾ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. അതിലേക്കെല്ലാം കടക്കണമെങ്കിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടതുണ്ട്. മെയ് 23 മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കേണ്ട സാഹചര്യത്തിലാണ് ചർച്ചകൾ അവസാന ലാപ്പിലെത്തി നിൽക്കുന്നത്. അതേസമയം കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ പുകയുന്ന അധികാര തർക്കം വരും നാളുകളിൽ പാർട്ടിയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന് സൂചനകൾ അണികളിൽ നിന്നും വരുന്നുണ്ട്. വി.ഡി. സതീശൻ, K.C. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവർ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി രംഗത്തുണ്ടെങ്കിലും പോരാട്ടം പ്രധാനമായും വി.ഡി. സതീശനും K.C. വേണുഗോപാലും തമ്മിലാണ്. ഹൈക്കമാൻഡ് ആരുടെ പേര് പ്രഖ്യാപിച്ചാലും കേരളത്തിലെ കോൺഗ്രസ് ഭരണത്തിന്റെ വരും വർഷങ്ങൾ അതിരൂക്ഷമായ വിഭാഗീയതയുടെയും ആഭ്യന്തര കലഹങ്ങളുടെയും വേദിയാകാനാണ് സാധ്യതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. സംഘടനാ തലത്തിലും MLA-മാർക്കിടയിലുമുള്ള ശക്തമായ സ്വാധീനമാണ് K.C. വേണുഗോപാലിന്റെ പ്രധാന കരുത്ത്. AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ KC-ക്ക് ഡൽഹിയിൽ നിന്നുള്ള പിന്തുണ ഉറപ്പാണ്. പാർട്ടി സംവിധാനത്തെയും ജനപ്രതിനിധികളെയും തന്റെ പക്ഷത്ത് നിർത്താൻ KC-ക്ക് സാധിക്കുമ്പോഴും മറുവശത്ത് വി.ഡി. സതീശൻ പോരാടുന്നത് സ്വന്തം ജനപ്രീതിയും പ്രതിച്ഛായയും ഉയർത്തിക്കാട്ടിയാണ്. കേരളത്തിൽ ഓരോ ദിവസവും നടക്കുന്ന പ്രതിഷേധങ്ങളും വികാരപ്രകടനങ്ങളും തനിക്കൊപ്പമാണെന്നും സാധാരണക്കാരായ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും തന്നെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും സതീശൻ ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കൂടാതെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ പിന്തുണയും വലതുപക്ഷത്തെ അനുകൂലിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളുടെ സഹകരണവും സതീശന് വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. എന്തായാലും ഒറ്റ പേരിലേക്ക് എത്തിയതോടെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് കേരളം.